കളകളാരവം പൊഴിക്കുന്ന കാട്ടരുവികളിലും വീശുന്ന ഇളം തെന്നലിലും പതിയെ പെയ്യുന്ന മഴയിലും സംഗീതമുണ്ട്. സംഗീതത്തിന്റെ സ്പർശമുണ്ട്. ആ സംഗീതത്തിന്റെ ചില അംശങ്ങൾ ഇവിടെ ഒത്തുചേരുകയാണ് ICICI ഹാർമണിയിലൂടെ. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എഴുപതുകളുടെ തുടക്കം മുതൽ ഗൾഫിൽ സംഗീത രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സംഗീതജ്ഞനെയാണ് ഇന്ന് നമ്മൾ ICICI ബാങ്ക് അവതരിപ്പിക്കുന്ന ഹാർമണിയുടെ ലെഗസിയിലൂടെ പരിചയപ്പെടുന്നത്. ശ്രീ വടുതല അബ്ദുൽ ഖാദർ. ഗൾഫ് മലയാളി കുടിയേറ്റത്തിന്റെ ശ്രേണിയിൽ UAE രൂപീകരണ സമയത്ത് തന്നെ തലസ്ഥാനമായ അബുദാബിയിൽ സംഗീത ട്രൂപ്പ് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കം സൃഷ്ടിച്ച വടുതല അബ്ദുൽ ഖാദർ തന്റെയും ഗൾഫ് മലയാളികളുടെയും സംഗീത ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് സൃഷ്ടിക്കുകയായിരുന്നു. ഇന്ന് സിംഫണി എന്ന മ്യൂസിക് സ്കൂളിന്റെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്ന വടുതല അബ്ദുൽ ഖാദർ തന്റെ ജീവിത പാതയിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുകയാണ് ഹാർമണിയുടെ ഈ ലെഗസിയിലൂടെ. ശ്രീ വടുതല അബ്ദുൽ ഖാദറിന് ICICI ബാങ്ക് അവതരിപ്പിക്കുന്ന ഹാർമണിയുടെ ലെഗസിയിലേക്ക് സ്വാഗതം. 70കളുടെ കാലഘട്ടത്തിൽ ഗൾഫിൽ വളരെയധികം പ്രശസ്തരായിരുന്ന സംഗീതജ്ഞർ ശ്രീ കൊടുങ്ങല്ലൂർ അബ്ദുൽ ഖാദർ, അതുപോലെ ശ്രീ നജ്മൽ ബാബു, അവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് താങ്കൾ. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ആ ഒരു സംഗീത ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? 70കളിൽ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഒരു ഓർക്കസ്ട്രയോ അതിൻ്റെതായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാം. റൂമുകളിൽ വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ റൂമുകളിൽ ഹാർമോണിയം തബല വെച്ച് പാടാൻ അറിയുന്ന ഒരു പാടുക, അങ്ങനെ ഒരു മഹഫിൽ പോലെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ട് ബ്രദേഴ്സ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് അബുദാബിയിൽ ഒരു ഓർക്കസ്ട്ര രൂപീകരിച്ചു. ഗായകൻ നജ്മൽ ബാബു ഉണ്ടായിരുന്നു, കൊടുങ്ങല്ലൂർ അബ്ദുൽ ഖാദർ, പാലയാട് യശോദ, അങ്ങനെ പഴയ ആൾക്കാർ കുറെ പേരുണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ട് അവതരിപ്പിച്ച ഗാനമേളയിൽ സ്റ്റേജിൽ പെർഫോം ചെയ്ത ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയുണ്ടോ? ഉണ്ട്. ആദ്യമായിട്ട് പാടിയത് ഒരു ഭക്തിഗാനായിരുന്നു കൊടുങ്ങല്ലൂർ അബ്ദുൽ ഖാദർ. ഒന്ന് പാടാം അല്ലേ? ഇതായിരുന്നു ആദ്യത്തെ പാട്ട്. അപ്പൊ അതില് താങ്കളുടെ റോൾ എന്തായിരുന്നു? പാടുകയായിരുന്നോ അതോ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കായിരുന്നോ? ഇൻസ്ട്രുമെന്റ് വായിക്കായിരുന്നു. ഹാർമോണിയം, അക്കോർഡിയൻ വായിക്കായിരുന്നു. അക്കോർഡിയൻ വായിക്കായിരുന്നു. അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു ടാൻസാനിയൻ സുഹൃത്തിന്റെ സാന്നിധ്യം അക്കോർഡിയൻ എന്ന സംഗീതോപകരണത്തിന്റെ ഹൃദയത്തിലേക്കുള്ള വാതിലായി മാറുകയായിരുന്നു. ചലച്ചിത്രങ്ങളിൽ മാത്രം കണ്ടുപരിചയിച്ച അക്കോർഡിയൻ ഖാദറിലൂടെ ഗൾഫിലെ മലയാളിക്ക് നേരിട്ട് അനുഭവവേദ്യമാവുകയായിരുന്നു. അഥവാ ഗൾഫിൽ ഇന്നും അക്കോർഡിയൻ അതിന്റെ തനിമ നിലനിർത്തി വായിക്കുന്ന ഏക സംഗീതകാരൻ അബ്ദുൽ ഖാദറാണ്. അക്കോർഡിയനിൽ ഏതെങ്കിലും ഒരു മലയാളം പാട്ട് കൂടി വായിക്കാമോ? ഇതല്ലാതെ ഏതെങ്കിലും ഒരു മാപ്പിളപ്പാട്ട് കൂടി വായിക്കുമ്പോ, കാര്യം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തന്നെ തോന്നും ഈ ഉപകരണം വായിക്കുമ്പോ. സംഗീതത്തിൽ ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് ചെറുപ്പത്തിൽ കണ്ടെത്തിയതാരായിരുന്നു? ഞങ്ങളുടെ അടുത്തുള്ള ഒരു ടീച്ചറുണ്ട്, ഗാനഭൂഷണൊക്കെ പാസ്സായിട്ടുള്ള സുഭദ്ര ടീച്ചർ. ബാല്യത്തിന്റെ കളിക്കുസൃതികൾക്കിടയിൽ കൂട്ടുകാരുമൊത്ത് ഉല്ലസിച്ച് നടക്കവേ ഏതൊരാളിനെയും പോലെ ഖാദറിനും പ്രായത്തിന്റെ കൗതുകങ്ങൾ തന്നെയായിരുന്നു ശ്രദ്ധ.
ബാലസംഘത്തിന്റെ കളിതമാശകൾക്കിടയിൽ എവിടെയോ അയൽപക്കത്തുനിന്ന് ഉയർന്നു കേട്ട സംഗീതത്തിന്റെ മന്ത്രമധുര മായിക നിസ്വനം ഖാദറിന്റെ ഹൃദയത്തിൽ ഒരമൃതമഴയായി പെയ്തിറങ്ങുകയായിരുന്നു. സപ്തസ്വരങ്ങളുടെ ലഹരിയിൽ കുരുങ്ങിയെത്തിയ ആ മനസ്സ് തുടർന്നു ചെന്നെത്തിയത് വാതിലുകളും മറകളുമില്ലാത്ത നേർത്തു നനുത്ത സംഗീത ലോകത്തിന്റെ പ്രഭയിലേക്കാണ്. ആ സംഗീതധാരയുടെ സ്രോതസ്സായ അന്ധയായ സുഭദ്ര ടീച്ചറാണ് ഖാദറിനെ ശിഷ്യത്വം നൽകി അനുഗ്രഹിച്ചതും ആ സംഗീതകാരനെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തിയതും. അങ്ങനെ ഒരു 3 വർഷത്തോളം ടീച്ചർ അടുത്തുണ്ടായിരുന്നു. പിന്നീട് ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടി, അതെ, ഹിന്ദുസ്ഥാനിക്ക് വേണ്ടി തിരൂർ ഷാ മാസ്റ്റർ അടുത്ത്, ഹാരിസ് ഭായ് കൂത്തുപറമ്പ് എല്ലാം ഉസ്താദന്മാരാണ്. 1967 കോഴിക്കോട്ട് നടന്ന ഒരു സംസ്ഥാനതല മാപ്പിളപ്പാട്ട് ആലാപന മത്സരത്തിൽ തികച്ചും വേറിട്ടൊരു തരംഗം സൃഷ്ടിച്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അബ്ദുൽ ഖാദർ ഒരു ബാലഗായകൻ എന്ന രീതിയിൽ കേരളത്തിലൊട്ടാകെ ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു. പഴയ കാലത്ത്, അതായത് 70കളുടെ തുടക്കത്തിൽ വളരെ പ്രശസ്തരായിരുന്ന ഒരു ത്രയമായിരുന്നു നിങ്ങൾ. കൊടുങ്ങല്ലൂർ അബ്ദുൽ ഖാദർ, നജ്മൽ ബാബു, വടുതല